ഹായ് ഫ്രണ്ട്സ്, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മുടെ ബെർമുഡ ഡ്രീംസ് ഇവന്റ് അവസാനിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ ബെർമുഡ ഡ്രീംസ് അവസാനിക്കും. ഈ ഒരു ബെർമുഡ ഡ്രീംസ് ഇവന്റ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് ഫ്രീ ഫയർ എക്സ് ഡെവിൾസ് മേ ക്രൈന്റെ കൊളാബറേഷൻ ഇവന്റ് ആണ്. ഇതോടൊപ്പം നമുക്ക് വാലന്റൈൻസ് ഡേ ഇവന്റും ആരംഭിക്കും. രണ്ട് ഇവന്റുകൾ ഒരുമിച്ചായിരിക്കും നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുക. നമുക്ക് ആദ്യം വരുന്നത് ഡെവിൾസ് മേ ക്രൈന്റെ ഇവന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 14 ആകുമ്പോഴേക്കും അതിന് മുമ്പ് തന്നെ ഗെയിമിലേക്ക് വാലന്റൈൻസ് ഡേ ഇവന്റ് ആരംഭിക്കും. ഇങ്ങനെ രണ്ട് ഇവന്റുകളും നമുക്ക് ഒരുമിച്ച് കാണാം. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഫ്രീ ഫയർ ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആക്കിയിട്ടായിരിക്കും മിക്കവാറും ആ ടോപ്പ് അപ്പ് ഇവന്റ് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. അത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ നെക്സ്റ്റ് കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ഇതായേക്കാം. നമുക്കിവിടെ പ്ലാസ്മ ഗണ്ണിന്റെ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് കാണാം. 100 ഡയമണ്ട് ടോപ്പ് ചെയ്താൽ ലഭിക്കാൻ പോകുന്ന പ്ലാസ്മ ഗണ്ണിന്റെ സ്കിന്നാണ്. പിന്നെ നമുക്കൊരു കട്ടാനയുടെ സ്കിൻ ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ലഭിക്കുക ഒരു 300 ഡയമണ്ടിനാണ് ഇവിടെ കാണുന്നത്. ഇത് വന്നില്ലെങ്കിൽ ഡെവിൾസ് മൈ ക്രൈന്റെ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ആയിരിക്കാൻ വരുന്നത്. നമുക്കിവിടെ ബൈക്കിന്റെ സ്കിൻ കാണാൻ സാധിക്കും ഗൈസ്. വേറെ ലെവലായിട്ടുള്ള മാസ് ആയിട്ടുള്ള ഒരു ബൈക്കിന്റെ സ്കിന്നാണ്. നല്ല ലെജൻഡറി സ്കിന്നാണ്. ഇത് നമുക്ക് 100 ഡയമണ്ടിന് ടോപ്പ് ചെയ്താൽ ക്ലെയിം ചെയ്യാം. പിന്നെ നമുക്ക് റിമോട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഡാൻസ് കളിക്കുന്ന റിമോട്ട് ആണ്. 500 ഡയമണ്ടിന് ടോപ്പ് അപ്പ് ചെയ്താലായിരിക്കും ഈ ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഈ രണ്ട് ടോപ്പ് അപ്പ് ഇവന്റിൽ ഏതെങ്കിലും ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ആയിരിക്കും ഗൈസ് നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുക. ഒന്നില്ലെങ്കിൽ ഡെവിൾസ് മൈ ക്രൈന്റെ ടോപ്പ് അപ്പ് ഇവന്റ് വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് വാലന്റൈൻസ് ഇവന്റിന്റെ ടോപ്പ് അപ്പ് ഇവന്റ് വന്നേക്കാം. നമ്മൾ ഇന്നലെ കണ്ട ടോപ്പ് അപ്പ് ഇവന്റിനെ കുറിച്ച് ലേറ്റ് ആയിട്ടായിരിക്കാം വരുന്നതെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ കിട്ടിയ വിവരം. ഈ ഡെവിൾസ് മൈ ക്രൈന്റെ ടോപ്പ് അപ്പ് ഇവന്റ് കൊള്ളാലെ ഗൈസ്. നല്ല ബൈക്കിന്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല നല്ല മാസമായിട്ടുള്ള ഒരു ഇമോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ടോപ്പ് അപ്പ് ഇവന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഡെവിൾസ് മൈ ക്രൈന്റെ ടോപ്പ് അപ്പ് ഇവന്റ് ആണ്. ഡെവിൾസ് മൈ ക്രൈ എന്ന ഇവന്റ് വരുന്നതിന് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഡബിൾ USB സ്കിന്ന് കാണാൻ സാധിക്കും. അതിന്റെ ഒരു ഫെയർഡ് വീൽ കാണാൻ സാധിക്കും. ഇത് എടുത്താലുള്ള ഗുണം നമുക്ക് ക്ലാസ് കോഡിലൊക്കെ 2 ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എനിമീസിന് പെട്ടെന്ന് കില്ലടിക്കാൻ സാധിക്കും. കാണാനും കുഴപ്പമില്ല. പിന്നെ ഡബിൾ റേറ്റ് ഓഫ് ഫയർ കാണാൻ സാധിക്കുന്ന നല്ല അട്രിബ്യൂട്ട്സ് ഉള്ള ഗണ്ണിന്റെ സ്കിന്നാണ് ഈ ഡബിൾ USB സ്കിന്ന്. നമ്മുടെ ഫ്രീ ഫയറിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ടോക്കൺ ടവർ ഇവന്റ് ഇല്ല ഗൈസ്. ഇത് വരാനൊക്കെ ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് റാവൺ ഫിലിമിലൊക്കെ പക്ഷിരാജയ്ക്കില്ല, അതിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്കൺ ടവർ ഇവന്റ് ആണത്. എന്തായാലും കൊള്ളാം. പിന്നെ നമുക്ക് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള ഒരു സിംഗിൾ USB ലഭിക്കുന്നുണ്ട്. നമുക്ക് ഡെവിൾസ് മൈ ക്രൈ ഇവന്റിൽ നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ലഭിക്കുമെന്ന് നോക്കാം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇന്തോനേഷ്യൻ സർവറിൽ വന്നിട്ടുള്ള ഡെവിൾസ് മൈ ക്രൈ എന്ന ഇവന്റിന്റെ കലണ്ടറാണ്. നമ്മളിവിടെ സർഫോണിന്റെ സ്കിന്നെ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഗണ്ണിന്റെ ക്രേഡ്സുകൾ, പിന്നെ ഗണ്ണിന്റെ സ്കിന്ന് തുടങ്ങിയ ഒരുപാട് റിവാർഡ്സുകൾ കാണുന്നുണ്ട്. ലോട്ട് ബോക്സ്, വൗച്ചേഴ്സ് തുടങ്ങിയ ഒരുപാട് റിവാർഡ്സുകൾ കാണാം ഗൈസ്. അപ്പോൾ ഈ ഒരു കലണ്ടർ ഇന്തോനേഷ്യൻ സർവറിൽ വന്നിട്ടുള്ള കലണ്ടറാണ്. ഇതുപോലെ തന്നെ ഇന്ത്യൻ സർവറിലേക്ക് നമുക്ക് ഇതുപോലൊരു കലണ്ടർ പെട്ടെന്ന് വന്നേക്കാം. എന്നാണ് ബ്രോ ഈ ഇവന്റ് സ്റ്റാർട്ട് ആവുക, കൺഫേം ആണോ ബ്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കൺഫേം ആണ്. ഈ ഡെവിൾസ് മൈ ക്രൈ ഇവന്റ് ആയിരിക്കും ഗൈസ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ വാലന്റൈൻസ് ഇവന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന റിവാർഡ്സ് എല്ലാം ലഭിക്കാൻ പോകുന്ന ഒരു കലണ്ടറും ആടാവുന്നതായിരിക്കും. നമുക്കൊരു ഫെബ്രുവരി 11 അല്ലെങ്കിൽ വൈകി പോയാൽ ഫെബ്രുവരി 12 ആകുമ്പോഴേക്കും ഇവന്റ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ഇവന്റിനെ കുറിച്ചും ഫ്രീ റിവാർഡ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് നൽകുക എന്തായാലും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.